ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാസ്റ്റ് ബേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. നോമ്പൊക്കെ തുടങ്ങി എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലൊക്കെ പോയി വന്നു. എല്ലാവരും എയർപോർട്ട് വ്ളോഗൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡേ 1 വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. ഡേ 2 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് പൊന്നൂനും മമ്മൂനും നോമ്പുണ്ട്, നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ നോമ്പ് 1-ൻ്റെ തലേന്നാണ് കേട്ടോ നാട്ടിൽ നിന്ന് എത്തിയത്. അതുകൊണ്ട് തന്നെ നോമ്പ് 1-ന് നമുക്ക് ബീഫും പത്തിരിയൊക്കെ ആയിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഇന്ന് ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറുമക്കറിയും പത്തിരിയും ഉണ്ടാക്കാമെന്ന്, വെജിറ്റബിൾ കുറുമ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ എടുത്ത എയർപോർട്ട് വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി കാണാം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറുമക്കറിയിലേക്ക് വേണ്ട ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, 2-3 വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറുമക്കറി ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്പീഡിൽ കാണിച്ചു തരാം. കാരണം നോമ്പല്ലേ ഗൈസ്, ടൈമില്ല, കുറേ ഐറ്റംസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അജ്മാലിൽ 6:30-ക്ക് മുന്നായിട്ട് ബാങ്ക് കൊടുക്കും. കറക്റ്റ് ടൈം എനിക്കറിയില്ല, 6:30-ക്ക് മുന്നായിട്ട് കൊടുക്കും. അപ്പോൾ ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോൾ കിച്ചണിൽ കയറി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കുറുമക്കറിയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട്, പച്ചമുളക് ഇടുന്നില്ല കേട്ടോ, കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കുറുമക്കറിയിൽ ഗ്രീൻ പീസ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ പീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വേവിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നാളികേരം, ഇതൊക്കെ ഞാൻ ആദ്യം ചെരുകി ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പണി നമുക്ക് നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർത്തെടുക്കാൻ പറ്റും കേട്ടോ. നാളികേരം, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊക്കെ ഓൾറെഡി ആദ്യമേ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പണി കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചത്, അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഞാൻ അതിനിടയിൽ പഴംപൊരിക്കുള്ള ബാറ്റർ തയ്യാറാക്കി. അപ്പോൾ ഇന്ന് ഞാൻ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് സ്നാക്കായിട്ട്. അപ്പോൾ ഇന്ന് മക്കൾക്ക് നോമ്പുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പഴംപൊരിക്കുള്ള ബാറ്റർ, അതായത് മൈദയും കുറച്ച് അരിപ്പൊടിയും പഞ്ചസാര, ഒരു നുള്ളുപ്പ്, ഏലക്കാപ്പൊടി, കുറച്ചൊരു കളറിന് ഒരു യെല്ലോ കളർ, ജസ്റ്റ് ഒരു ഡ്രോപ്പില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ അത് സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ അതിനിടയിൽ പത്തിരിക്കുള്ള പൊടി വാട്ടാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് കുറച്ച് വെള്ളം, പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ സംഭവത്തിന് നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുക എന്നാണ് കേട്ടോ പറയുക, വാട്ടിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താണ് പറയുകയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് 1.5 ഗ്ലാസ് അരിപ്പൊടി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അസൽ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന കാരണം ഒക്കെ നല്ല ഫ്രഷ് സാധനങ്ങൾ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇന്നലെ ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ പൊന്നൂട്ടി മമ്മ നന്നായി കഴിച്ചു. അപ്പോൾ ഇന്നവർക്ക് നോമ്പുള്ളതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയിൽ അവർ രണ്ടുപേരും വന്നിട്ട് ഏകദേശം ടൈം അടുക്കുകയാണല്ലോ. അപ്പോൾ വിശപ്പൊക്കെ വന്നു തുടങ്ങി. ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് ഉമ്മച്ചിയെന്ന് ചോദിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ വന്ന് എത്തി നോക്കി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഇന്ന് ഇതുണ്ടല്ലേ, പഴംപൊരി ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് നേരം കൂടി നമ്മൾ കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധിക്കുന്നില്ല, അവർക്ക് പറ്റാതാകുമ്പോൾ നമ്മൾ നോമ്പ് മുറിച്ചോളാൻ പറയും. പക്ഷേ പരമാവധി അവർ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പത്തിരിക്കുള്ള പൊടി വാട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുറുമക്കറിക്കുള്ള വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് കടുകും വേപ്പിലൊക്കെ ഇട്ടിട്ട് കാച്ചിയെടുക്കാം. അത്രയ്ക്കുള്ളൂ കുറുമ, ഇന്നത്തെ എൻ്റെ സിമ്പിൾ കുറുമ കേട്ടോ, തട്ടിക്കൂട്ട് കുറുമ എന്ന് പറയാം. അപ്പോൾ കുറുമക്കറി ഏകദേശം റെഡിയായി, ഞാനിവിടെ നീക്കി വെച്ചു. പിന്നെ ഞാൻ എന്താ പത്തിരി നന്നായിട്ട് കുഴച്ചെടുക്കണം, ചൂടാറും മുന്നേ കുഴച്ചെടുക്കണം കേട്ടോ. അതാണ് പത്തിരിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായി തണുക്കാൻ വെയിറ്റ് ചെയ്യരുത്, ആ ചൂട്ടോടുകൂടി തന്നെ കുഴയ്ക്കുക. നമ്മളെ കൈയൊക്കെ ജസ്റ്റ് ഒന്ന് പൊള്ളും, അതൊന്നും കാര്യമാക്കണ്ട.
നല്ല ചൂടോട് കൂടിയിട്ട് കുഴച്ചാലാണ് പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നുവെച്ചിട്ട് അത്ര തിളച്ചത് ഇട്ട് കുഴച്ച് കൈ പൊള്ളിക്കണമെന്നല്ല കേട്ടോ. നമുക്ക് തൊടാൻ പറ്റുന്നൊരു ചൂട് വരുമ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പം ഞാനെന്താ അതുപോലെ കുഴച്ചെടുത്തു. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട്, ഇപ്പോൾ പത്തിരി ഉണ്ടാക്കേണ്ടത് എല്ലാവർക്കും അറിയായിരിക്കില്ലേ, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതായത് ഇതുപോലുള്ള ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയിട്ട്, പൊടിയൊന്നും തട്ടിയെടുക്കണില്ല. പണ്ടത്തെ ഉമ്മമാരൊക്കെ ഇതിങ്ങനെ പരത്തിയിട്ട് പൊടി ഇങ്ങനെ നമ്മൾ അരിപ്പൊടി എടുത്തിട്ട് അതിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് കൈ വെച്ചിട്ട് തട്ടിയെടുക്കും. ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല ആരും. ഞങ്ങൾ ചെയ്യാറില്ല, ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉമ്മമാരൊക്കെ ചെയ്യുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് പ്രസ്സിൽ പരത്തിയിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് ചുട്ടെടുക്കുകയാണ്. പൊടി തട്ടുന്ന പരിപാടിയൊന്നും ഇപ്പം എല്ലാവരും ഒക്കെ ഈസി എളുപ്പപ്പണിയാണല്ലോ. അപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ പെട്ടെന്നും കഴിഞ്ഞ് കിട്ടും. പൊടി തട്ടിയെടുക്കുന്ന പത്തിരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ നല്ല കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. എൻ്റെ ഉമ്മയൊക്കെ പൊടി തട്ടിയെടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. ഇങ്ങനത്തെ എളുപ്പപ്പണിയൊന്നും ഉമ്മമാർക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ഉരുളകളാക്കി എടുത്തു. എന്നിട്ട് ജസ്റ്റ് പ്രസ്സിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ പരത്തിയെടുക്കാം. അങ്ങനെ നല്ല നൈസ് പത്തിരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, റെഡി ആയിട്ടില്ല, ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രൈ പാനിൽ 3 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ. എൻ്റെ ഫ്രൈ പാൻ ഇത്തിരി ചെറുതായതുകൊണ്ട് തന്നെ 3 എണ്ണം വെച്ചിട്ടാണ് പറ്റുള്ളൂ. പിന്നെ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നമ്മൾ പത്തിരി ചൂടുന്ന വലിയ തട്ടുണ്ടല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ പത്തിരിച്ചട്ടി, അത് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഗൈസ്. പക്ഷേ ടൈമും ഉണ്ടായില്ല, പിന്നെ മറന്നും പോയി. കുഴപ്പമില്ല ഗൈസ്, ഇപ്പോൾ തൽക്കാലം നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചൂടാം. അപ്പോൾ 3 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പത്തിരി ചുട്ടെടുക്കാം. ഞങ്ങൾക്ക് മാത്രമായതുകൊണ്ട് തന്നെ കുറച്ച് മതി, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചുട്ട് കഴിയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് തിരിച്ചിടുക, പിന്നൊന്ന് തിരിച്ചിടുക, അപ്പോഴേക്കിനും പോളൊക്കെ വന്ന് തുടങ്ങും കേട്ടോ. കണ്ടോ, അങ്ങനെ നമ്മളെ പത്തിരിയും എല്ലാം ഉണ്ട് ഇതുപോലെ തന്നെ പരത്തി ചുട്ടെടുക്കണം. അപ്പോൾ പത്തിരി ഇവിടെ റെഡിയായി കിട്ടിട്ടോ. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പഴംപൊരിക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതിനായിട്ട് 3 പഴം, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴമാണ് കേട്ടോ. നല്ല നാടൻ പഴമാണ്, പച്ച കൊണ്ടുവന്നതാണ്. അതിപ്പോൾ പഴുത്തു നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പഴംപൊരിയുടെ ആ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ നാടൻ പഴത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. ചില നേന്ത്രപ്പഴം നല്ല വലുപ്പമൊക്കെ ഉണ്ടാവും, പക്ഷെ ഉള്ളിലൊരു കല്ല് പോലെയൊക്കെ ഇരിക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ല പച്ച നാടൻ കായ വാങ്ങിയിട്ട് പഴുപ്പിച്ചെടുത്താണ്, അതുകൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട്. ഇനി നമുക്കിത് പഴംപൊരിയുടെ ആ ഒരു ഇതിൽ കട്ട് ചെയ്യാം. അപ്പോൾ മക്കൾക്ക് ഇതുപോലെ തന്നെ സമൂസ, കട്ട്ലേറ്റ് അങ്ങനത്തെ സ്നാക്സൊക്കെ നല്ല ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ദിവസവും മാറി മാറി ഓരോ സ്നാക്കായിട്ട് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ഇവിടെ പഴം നല്ല പഴുത്തത് ഇരിപ്പുള്ളത് കൊണ്ടും അവർക്ക് പഴംപൊരി നല്ല ഇഷ്ടമായതും കാരണം നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മാറി മാറി ഓരോ ദിവസവും ഓരോ സ്നാക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായല്ലോ, അതിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഓയിലൊന്ന് ചൂടാവാനായിട്ട് വെച്ചിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ഓരോ പീസ് ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ പഴംപൊരി ഇവിടെ സെറ്റാവുന്ന സമയം കൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ കുറുമക്കറി താളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് താളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നോമ്പറക്കാൻ അധികം ടൈമില്ലാത്തതുകൊണ്ടൊക്കെ ഷടപടയെന്ന് ചെയ്യാണ്. എല്ലാതും വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് റവ കാച്ചി എന്ന് പറയുമ്പോൾ ഞങ്ങൾ റവ കാച്ചി എന്ന് പറയും. തരിക്കഞ്ഞി എന്നൊക്കെ പറയില്ലേ, പാലും റവയൊക്കെ ഇട്ടിട്ട് പായസത്തിൻ്റെ ഒരു പായസമല്ല, നമ്മുടെ നോമ്പിൻ്റെ സ്പെഷ്യൽ ഒരു വിഭവമാണ് റവ കാച്ചിയത്. തരിക്കഞ്ഞി എന്നും പറയും ചിലർ. നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ റവ കാച്ചിയെന്നാണ് പറയുക. പാല്, അതുപോലെ തന്നെ കുറച്ച് റവ, പഞ്ചസാര, ഒരു നുള്ളു ഉപ്പും കുറച്ച് ഏലക്കായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യിൽ വറുത്തിടും. ചിലർ ഉള്ളി കാച്ചി ഒഴിക്കും. അങ്ങനെയാണ് നമ്മൾ റവ കാച്ചിയെടുക്കുക കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ ഒരു സ്പെഷ്യൽ വിഭവമാണ് ഈ റവ കാച്ചിയത്. അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക റവ, പാലൊക്കെ തിളച്ചിട്ട്. അതിന് ശേഷം അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം. അപ്പോൾ അതിനായിട്ടൊരു സ്പൂൺ നെയ്യ് എടുക്കുക.
അതിലേക്ക് ഞാനിപ്പോൾ ഉള്ളി കാച്ചി ഒഴിക്കുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചുവന്നുള്ളി ഇല്ല. നാട്ടിൽ നിന്ന് വന്നിട്ട് സാധനങ്ങളൊന്നും വാങ്ങാനായിട്ട് പോയിട്ടില്ല, അതുകൊണ്ട് ചുവന്നുള്ളി ഇരിപ്പില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തിടാം. അപ്പോൾ നമുക്ക് നെയ്യൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് നമ്മുടെ റവയിലേക്ക് കാച്ചി ഒഴിക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഉമ്മ ഉള്ളി മൂപ്പിച്ചൊഴിക്കും. ഉള്ളി മൂപ്പിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലർക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെടില്ല, പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ നെയ്യിൽ തന്നെ ഇടും. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടണേൽ തന്നെ ചുവന്നുള്ളി അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ റവയിലേക്ക് ഒഴിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം നമ്മളെ കയ്യിൽ ചുവന്നുള്ളി ഇല്ല ഗൈസ്, അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ദാ അണ്ടിപ്പരിപ്പ് മുന്തിരിയും നന്നായിട്ട് ഇതായി വന്നു. നമ്മുടെ റവയിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഞാൻ കുറച്ചുണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അധികം ഇവിടെ പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടമില്ല, ഇക്കാക്ക് മാത്രമേ വേണ്ടൂ. അപ്പോൾ ഞാനൊരു ജസ്റ്റ് 2 ഗ്ലാസ്സേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും റെഡിയായി. ഇനിയുള്ള ടാസ്ക് ഫ്രൂട്ട്സ് അരിയലാണ്. അപ്പോൾ സമയം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാൻ ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞെടുത്തു. കുറച്ച് ഈത്തപ്പഴം കഴുകി, അതുപോലെ തന്നെ മുന്തിരി, ആപ്പിളും ഓറഞ്ചൊക്കെ അവിടെ വെച്ചു. അത് കട്ട് ചെയ്യാനായിട്ട് കടയിൽ കൊടുക്കും. എനിക്കപ്പോൾ ആ ടൈം കൊണ്ട് കഴുകാനുള്ള പാത്രങ്ങളും ഗ്ലാസ്സൊക്കെ കഴുകാമല്ലോ. അപ്പോൾ കഴുകിയിട്ട് അവിടെ വെച്ച് കൊടുക്കും. വിൽക്കുക അത് അരിഞ്ഞ് സെറ്റാക്കിക്കോളും. അപ്പോൾ തണ്ണിമത്തൻ ഞാൻ ചെത്തിയെടുത്തു. ഓറഞ്ച് ആപ്പിളൊക്കെ അതിലങ്ങനെ തന്നെ വെച്ചു. അതവിടെ ഇരുന്നിട്ട് വാപ്പയും മക്കളും കൂടി ഇരിക്കും അവിടെ. അപ്പോൾ അവിടെ അവരിരുന്ന് ചെത്തി സെറ്റാക്കി തരും, കട്ട് ചെയ്ത് തരും. ഇനി നമുക്ക് ജ്യൂസ് അടിക്കണം. അപ്പോൾ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ മക്കൾക്ക് അതിൽ നാരങ്ങ വെള്ളം ഇഷ്ടമാണ്. അപ്പോൾ ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ പിന്നെ നാരങ്ങ വെള്ളം മതി എന്നാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കസ്കസും ആശാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നാരങ്ങ വെള്ളം കസ്കസൊക്കെ ഇട്ട് കലക്കിയെടുത്തു. ബാങ്ക് കൊടുക്കാൻ ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ മക്കൾ വന്നിരുന്നു. അവർക്ക് നോമ്പിൻ്റെ ക്ഷീണം ഉണ്ടാകും, മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒരു പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സംഭവങ്ങളൊക്കെ കൂടെ സെറ്റായി. ഓറഞ്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഡേ 2 ഇവിടെ അവസാനിക്കുകയാണ്. ഡേ 3 ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, അസ്സലാമു അലൈക്കും.